ബജറ്റിൽ ജില്ലയ്ക്ക് കരുതലും തലോടലും. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 5 കോടി. കേരള കാർഷിക സർവകലാശാല ഗവേഷണ പദ്ധതികൾക്ക് 43 കോടി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മണലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബജറ്റിൽ 327 കോടി രൂപയുടെ പദ്ധതികൾ. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയ്ക്ക് 250 കോടി വകയിരുത്തി. ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിനും ബജറ്റിൽ തുക അനുവദിച്ചു. കനോലി കനാലിൽ ജെല്ലി ഫിഷ് വ്യാപകമായത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതമായി മാറുന്നു. ജെല്ലി ഫിഷുകൾ വലയിൽ ശരീരത്തിൽ സ്പർശിച്ചാൽ കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി മത്സ്യത്തൊഴിലാളികൾ. കോടന്നൂരിൽ ബാറിന്റെ പാർക്കിംഗിലുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് 3 പ്രതികൾ പിടിയിലായി. പ്രതികൾ അറസ്റ്റിലായത് തിരുവനന്തപുരത്ത് നിന്ന്. സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പരാതിക്കാരുടെ എണ്ണം കൂടുന്നു. വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച 6 പരാതികളിൽ 1 പരാതിയിൽ പോലീസ് കേസെടുത്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബജറ്റിൽ ജില്ലയ്ക്ക് സർക്കാരിന്റെ കരുതൽ. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി 6 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ പദ്ധതികൾക്കായി 43 കോടി രൂപ. കേരള സാഹിത്യ അക്കാദമിക്ക് 3.45 കോടി രൂപ. കേരള സംഗീത നാടക അക്കാദമിക്ക് 9 കോടി രൂപ. ലളിതകലാ അക്കാദമിക്ക് 5.75 കോടി രൂപ എന്നിവയും ബജറ്റിൽ വകയിരുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ സ്ട്രോക്ക് യൂണിറ്റ് സ്ഥാപിക്കും. ഓങ്കോളജി ആൻഡ് ടെർഷ്യറി കെയർ സെന്ററിൽ ഉപകരണം വാങ്ങിക്കാനും തുക അനുവദിച്ചിട്ടുണ്ട്. വിയൂർ താണിക്കുടം മോഡൽ റോഡ് നിർമ്മാണം 2ാം ഘട്ടത്തിന് 2.5 കോടി. തൃശൂർ ജനറൽ ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് 1.5 കോടി. തൃശൂർ കളക്ട്രേറ്റ് മൾട്ടി ലെവൽ പാർക്കിംഗിന് 1 കോടി. പടിഞ്ഞാറേക്കോട്ട എലിവേറ്റഡ് റോഡിന് 60 കോടി. MG റോഡ് വികസനം 2ാം ഘട്ടത്തിന് 15 കോടി. പൂങ്കുന്നം പാട്ടുരാക്കൽ എലിവേറ്റഡ് ഹൈവേക്ക് 150 കോടി. തൃശൂർ മണ്ണുത്തി മോഡൽ റോഡ് 10 കോടി. KSRTC തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഫുട് ഓവർ ബ്രിഡ്ജ് 1 കോടി. പറവട്ടാനി സ്റ്റേഡിയം 2 കോടി. കുട്ടനെല്ലൂർ കോളേജ് ചുറ്റുമതിൽ നിർമ്മാണത്തിന് 8 കോടി. വടൂക്കര മേൽപ്പാല നിർമ്മാണത്തിന് 15 കോടി രൂപ. ഫയർഫോഴ്സ് അക്കാദമി 1.75 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മണലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബജറ്റിൽ 327 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. തൃശൂർ വാടാനപ്പള്ളി സ്റ്റേറ്റ് ഹൈവേ 250 കോടി. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കനോലി കനാലിന് കുറുകെ കോടമുക്ക് പാലം നിർമ്മാണം 10 കോടി. കാഞ്ഞാണി വെങ്കിടങ്ങ് മുല്ലശ്ശേരി സെന്ററുകളുടെ നവീകരണം 10 കോടി. എളവള്ളി പഞ്ചായത്ത് ഗ്രൌണ്ടിൽ സ്റ്റേഡിയം നിർമ്മാണം 5 കോടി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് 6 കോടി. മുല്ലശ്ശേരി കനാലിൽ പതിയാർകുളങ്ങര പാലം മുതൽ ഇടിയഞ്ചിറ പാലം വരെ ഇക്കോ ടൂറിസം പദ്ധതിയും കുട്ടികളുടെ പാർക്കും നിർമ്മാണം 6 കോടി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം 3 കോടി. വാടാനപ്പള്ളി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം 5 കോടി. എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 3 കോടി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ മങ്കുഴിപ്പാലം 3 കോടി. പാവർട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ മൈനർ ഇറിഗേഷൻ കനാലുകളിലൂടെ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് സ്ലൂയിസ് നിർമ്മാണത്തിന് 1 കോടി രൂപയും ബജറ്റിൽ തുക വകയിരുത്തി. ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തി. ഗുരുവായൂർ മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 40 കോടി. ഗുരുവായൂർ മമ്മയൂർ ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ 40 കോടി. പുന്നയൂർക്കുളം പഞ്ചായത്ത് അണ്ടത്തോട് പാലം നിർമ്മാണം 30 കോടി. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാത വീതി കൂട്ടൽ 25 കോടി. ചാവക്കാട് PWD റെസ്റ്റ് ഹൗസ് പുതിയ കെട്ടിട നിർമ്മാണം 20 കോടി. ചാവക്കാട് നഗരസഭയിൽ ഗവൺമെന്റ് ITI 15 കോടി. ചാവക്കാട് നഗരസഭ പരപ്പിൽ താഴത്ത് സ്റ്റേഡിയം നിർമ്മാണം 12 കോടി. KSRTC ഗുരുവായൂർ ഡിപ്പോ പുതിയ കെട്ടിടം 11 കോടി. ചാവക്കാട് താലൂക്ക് ആശുപത്രി വിപുലീകരണം 8 കോടി. ചക്കംകണ്ടം സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മാണം 3 കോടി. ബ്ലാങ്ങാട് ബീച്ച് ടൂറിസം 2ാം ഘട്ടം 2 കോടി. ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ സ്ഥലം ഉൾപ്പെടെയുള്ള വിപുലീകരണം 2 കോടി. ചാവക്കാട് സബ് ജയിലിന് പുതിയ കെട്ടിടം 2 കോടി. കടപ്പുറം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം 2 കോടി. കാവീട് മുതുവട്ടൂർ റോഡ് 1.5 കോടി. നായരങ്ങാടി ചക്കിത്തറ കൊച്ചന്നൂർ റോഡ് 15 കോടി. കുരഞ്ഞയൂർ GMLP സ്കൂളിന് പുതിയ കെട്ടിടം 1 കോടി. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിന് പുതിയ കെട്ടിടം 1 കോടി. ചാവക്കാട് നഗരസഭ വെറ്ററിനറി ആശുപത്രിക്ക് പുതിയ കെട്ടിടം 1 കോടി 20 ലക്ഷം എന്നിങ്ങനെയുള്ള തുകകൾ ബജറ്റിൽ വകയിരുത്തി. TCV ന്യൂസ്, ചാവക്കാട്.
സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്ക് 240.30 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനും 15 കോടി രൂപ വകയിരുത്തി. പുത്തൻചിറ സർക്കാർ LP സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 1.25 കോടി, അന്നമനട പഞ്ചായത്ത് സാംസ്കാരിക നിലയം നിർമ്മാണം 2 കോടി, കുഴൂർ സർക്കാർ ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണം 1 കോടി, മാളക്കടവ് സംരക്ഷണ പദ്ധതിക്കും അനുബന്ധ സൌകര്യങ്ങൾക്കും രണ്ടാം ഘട്ടത്തിനായി 1.75 കോടി, പുത്തൻചിറ പഞ്ചായത്ത് ഹാൾ നിർമ്മാണത്തിന് 2.5 കോടി, അന്നമനട പാൽപ്പുഴ സ്ലൂയിസ് കം ബ്രിഡ്ജിന് 55 കോടി, പൊയ്യ മണലിക്കാട് റോഡിലെ എലിച്ചിറ പാലം നിർമ്മാണത്തിന് 3 കോടി, പൊയ്യ അഡാക് ഫിഷ് ഫാം ഇക്കോ ടൂറിസം പദ്ധതിക്ക് 15 കോടി രൂപ വകയിരുത്തി. മാള ടൗൺ പോസ്റ്റ് ഓഫീസ് റോഡ് വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് സൌന്ദര്യവൽക്കരണം 10 കോടി, വിവിധ റോഡുകളുടെ പുനർനിർമ്മാണം എന്നീ പദ്ധതികൾക്കാണ് ബജറ്റിൽ ഫണ്ട് നീക്കിവച്ചിട്ടുള്ളതെന്ന് VR സുനിൽകുമാർ MLA അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പുതുക്കാട് മണ്ഡലത്തിന് 10 കോടി രൂപ അനുവദിച്ചു. മണ്ഡലത്തിലെ 8 വികസന പ്രവൃത്തികൾക്കാണ് 10 കോടിയുടെ അനുമതി ലഭിച്ചത്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി 2 കോടി, ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി രണ്ടാം ഘട്ടത്തിന് 1 കോടി, പുതുക്കാട് GVHSS സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് 1 കോടി, തൃക്കൂർ മണലി റോഡ് നവീകരണത്തിന് 2.5 കോടി, വല്ലച്ചിറ പഞ്ചായത്ത് ഗ്രൌണ്ട് സ്റ്റേഡിയം നിർമ്മാണത്തിന് 1 കോടി, തൃക്കൂർ ഗവൺമെന്റ് സർവോദയ സ്കൂൾ ഗ്രൌണ്ട് നവീകരണത്തിന് 1 കോടി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം, മറ്റത്തൂർ കോടാലി IP ബ്ലോക്ക് നിർമ്മാണത്തിന് 1 കോടി, നെന്മണിക്കര പഞ്ചായത്ത് പാർപ്പിട സമുച്ചയ നിർമ്മാണ പ്രവൃത്തികൾക്ക് 50 ലക്ഷം എന്നീ പദ്ധതികൾക്കാണ് തുക അനുവദിച്ചതെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ 95.84 കോടി രൂപ അനുവദിച്ചതായി സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA അറിയിച്ചു. മണ്ഡലത്തിലെ 77.5 കോടി രൂപയുടെ മറ്റ് പദ്ധതികൾ കൂടി ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കില മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ആരോഗ്യശാസ്ത്ര സർവകലാശാല എന്നിവയ്ക്കായി അനുവദിച്ച തുകയ്ക്ക് പുറമെയാണിത്. കൂടാതെ തോളൂർ CHC കെട്ടിടം 1-ാം ഘട്ടം 1.5 കോടി, വരടിയം ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിട നിർമ്മാണം 2-ാം ഘട്ടം 1.5 കോടി, വടക്കാഞ്ചേരി ഗവൺമെന്റ് വെറ്റിനറി പോളി ക്ലിനിക് കെട്ടിടം 1-ാം ഘട്ടം 1 കോടി, വടക്കാഞ്ചേരി BRC കോമ്പൌണ്ടിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം 1-ാം ഘട്ടം 1 കോടി, കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ഓട്ടുപാറ വാഴാനി റോഡ് ജംഗ്ഷൻ, കുന്നംകുളം റോഡ് ജംഗ്ഷനുകളുടെ വികസനം 2-ാം ഘട്ടം 1 കോടി, തിരൂർ വില്ലേജ് കുളം പുനരുദ്ധാരണവും ഓപ്പൺ ജിം നിർമ്മാണവും 1 കോടി, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മണൽത്തറ ഗ്രൌണ്ട് നവീകരണം 1 കോടി, പാർലിക്കാട് കുമ്പളങ്ങാട് റോഡ് BMBC 1 കോടി, അടാട്ട് കുടുംബാരോഗ്യ കേന്ദ്രം 1.5 കോടി, മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടം 1.5 കോടി രൂപ തുടങ്ങി 11 പദ്ധതികൾക്ക് ബജറ്റിൽ തുക അനുവദിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ 127 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് ബജറ്റിൽ അംഗീകാരം ലഭിച്ചതായി സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. ചാലക്കുടി ഗവൺമെന്റ് TTIക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 2 കോടി രൂപയും, ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്ക് നിർമ്മാണത്തിന് 8.5 കോടി, താലൂക്ക് ആശുപത്രിയിൽ ട്രോമോ കെയർ യൂണിറ്റിന്റെ 1-ാം ഘട്ട നിർമ്മാണ പൂർത്തീകരണത്തിന് 2 കോടി, അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 10 കോടി, കലാഭവൻ മണി പാർക്ക് 2-ാം ഘട്ട വികസനത്തിന് 10 കോടി, മേലൂർ പരിയാരം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചാലക്കുടി പുഴ കയ്യാണിക്കടവിൽ ചെക്ക് ഡാം നിർമ്മിക്കുന്നതിന് 28 കോടി, ചാലക്കുടി പുഴയോട് ചേർന്നുള്ള അറങ്ങാലിക്കടവ് സംരക്ഷണത്തിന് 3 കോടി തുടങ്ങി ഒട്ടേറെ പദ്ധതികൾക്ക് ചാലക്കുടി മണ്ഡലത്തിൽ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ സ്വപ്നങ്ങളിൽ മഹാഭൂരിപക്ഷവും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഒളകര ആദിവാസി ഉന്നതിയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് 3 കോടി രൂപ, പുത്തൂർ കൈനൂർ മുണ്ടോളിക്കടവ് റോഡ് നിർമ്മാണത്തിന് 4 കോടി രൂപ, സുവോളജിക്കൽ പാർക്കിന്റെ മുന്നിലൂടെയുള്ള തോണിപ്പാറ കുരിശുമല റോഡിന് 8 കോടി രൂപയും, നടത്തറ വിബീൻ ഭഗവതി എരവിമംഗലം പുത്തൂർ കാലടി വഴിയുള്ള മൈനാർ റോഡിന് 3.25 കോടി രൂപ, സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കായി നിലവിൽ പ്രഖ്യാപിച്ച തുകയ്ക്ക് പുറമെ 6 കോടി രൂപയും, മാടക്കത്തറയിലെ കരപ്പൻചിറ നവീകരിക്കാൻ 2.50 കോടി രൂപ, താണിക്കുടം പുഴയുടെ 2-ാം ഘട്ട നിർമ്മാണത്തിന് 10 കോടി രൂപ, വാണിയംപാറയിലെ കുളം നവീകരണത്തിന് 1 കോടി, ഒല്ലൂർ പള്ളിക്ക് ചുറ്റുമുള്ള ഒല്ലൂർ ടൗൺ റോഡ് 2.75 കോടി രൂപ, പീച്ചി ഡാം വികസനത്തിന് 10 കോടി രൂപ, നിലവിലുള്ള പീച്ചി ഗസ്റ്റ് ഹൌസ് പുനർനിർമ്മിക്കുന്നതിന് 10 കോടി രൂപയും അനുവദിച്ചു.
പുത്തൂരിൽ പുതിയതായി ഗസ്റ്റ് ഹൌസ് നിർമ്മിക്കുന്നതിനും 10 കോടി രൂപ അനുവദിച്ചു. പീച്ചിയിൽ ആരംഭിച്ച ITIക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് 15 കോടി രൂപയും ഒല്ലൂർ ഗവൺമെന്റ് കോളേജിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 18 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ നാമധേയത്തിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ തുടർ നടപടികൾക്ക് 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മാന്നാമംഗലത്ത് ആരംഭിക്കാൻ നിശ്ചയിച്ച തിയേറ്റർ കം ഷോപ്പിംഗ് കോംപ്ലക്സിന് 15 കോടി രൂപയും അനുവദിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ ശ്രീനാരായണപുരം മിനി സിവിൽ സ്റ്റേഷനും കയ്പമംഗലം 3 പീടികയിൽ മാർക്കറ്റ് കെട്ടിടത്തിനും ബജറ്റിൽ അനുമതി നൽകി. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിക്കായി 2 കോടി, എടത്തിരുത്തി ഉപ്പുതുരുത്തി പാലം നിർമ്മാണത്തിന് 10 കോടി, കയ്പമംഗലം പഞ്ചായത്ത് കളിസ്ഥലം നിർമ്മാണം 1.5 കോടി, അഴീക്കോട് പടന്ന മുതൽ എടത്തിരുത്തി പാലപ്പെട്ടി വരെ ഉൾനാടൻ റോഡ് നവീകരണത്തിനായി 8 കോടി, പടിഞ്ഞാറെ വെമ്പല്ലൂർ കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണത്തിന് 2 കോടി രൂപ എന്നിവ ബജറ്റിൽ വകയിരുത്തി. കനോലി കനാലിൽ ജെല്ലി ഫിഷ് വ്യാപകമായത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതമായി മാറുന്നു. പുഴയിൽ വല വീശുമ്പോൾ മീനുകൾക്ക് പകരം ജെല്ലി ഫിഷുകളാണ് തൊഴിലാളികളുടെ വലയിൽ കുരുങ്ങുന്നത്. കുടയുടെ രൂപമാണ് ഇവയ്ക്കുള്ളത്. 90% കൂടുതൽ ജലാംശമുള്ള ജീവികളാണിത്. ഇവയ്ക്ക് നീണ്ട നിരവധി കാലുകളുമുണ്ടാകും. കടലിൽ ധാരാളമായി കാണുന്ന ഇവ ഉപ്പുവെള്ളം ഉൾനാടൻ ജലാശയത്തിലേക്ക് കടക്കുന്നതോടുകൂടിയാണ് പുഴയിലും മറ്റും കാണപ്പെടുന്നത്. വെള്ള നിറത്തിൽ കറുത്ത പുള്ളികൾ ഉള്ളവയെയാണ് പൊതുവെ കാണുന്നത്. എന്നാൽ ചുവന്ന നിറത്തിലുള്ള ബോക്സ് ജെല്ലി ഫിഷുകൾ അപകടകാരികളാണ്. ഇത്തരം ജെല്ലി ഫിഷുകൾ വലയിൽ കുടുങ്ങിയാൽ ഇവയെ ഒഴിവാക്കുന്ന സമയം ശരീരത്തിൽ സ്പർശിച്ചാൽ കടുത്ത ചൊറിച്ചിലും അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകും. കനോലി കനാലിലും വ്യാപകമായി ബോക്സ് ജെല്ലി ഫിഷുകൾ ഇവയുടെ കൂട്ടത്തിൽ കാണപ്പെടുന്നുണ്ടെന്ന് ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയും ഫിഷറീസ് മുൻ അക്വാകൾച്ചർ കോർഡിനേറ്ററുമായ KV മനോഹരൻ പറഞ്ഞു. കനോലി കനാലിലും അതുപോലെ കോടമൊക്കെ ഏനാമാവ് പുഴയിലൊക്കെ ഇപ്പോൾ വ്യാപകമായിട്ട് കടൽ ചൊറികൾ വന്ന് കൂടുന്നത് മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. സാധാരണ ഈ കനോലി കനാലിലേക്ക് ചേറ്റുവഴി മുഖാന്തരം ഉപ്പുവെള്ളം കയറുന്ന സമയത്താണ് ഈ ചൊറി പുഴയിലേക്ക് എത്തുന്നത്. അപ്പം മഴക്കാലത്ത് ഈ കുളവാഴയും ചണ്ടിയും വന്നിട്ട് ഇവിടെ മീൻ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. വേനൽക്കാലത്താണെങ്കിൽ ഈ ഉപ്പുവെള്ളത്തിൽ കൂടെ ചൊറിയും മറ്റും കൂടെ വന്നിട്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. TCV ന്യൂസ് പാവറട്ടി. കോടന്നൂരിൽ പൂരം ബാറിന്റെ പാർക്കിംഗ് പരിസരത്ത് വെച്ച് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടന്നൂർ സ്വദേശി വടക്കുംപറമ്പിൽ നിർമ്മൽ, അമ്മാടം സ്വദേശി കണ്ടംകേരിൽ വീട്ടിൽ അക്ഷയ്, കണിമംഗലം സ്വദേശി വെള്ളിത്തോടത്ത് വീട്ടിൽ അഖിലേഷ് എന്നിവരെയാണ് തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 2-നാണ് ഓട്ടോറിക്ഷ ദേഹത്ത് തട്ടിയതിലുള്ള വിരോധത്തിൽ ചേർപ്പ് സ്വദേശി അഖിൽ കൃഷ്ണനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇൻസ്പെക്ടർമാരായ അഫ്സൽ, TN പ്രദീപൻ, സജിബാൽ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഗോകുൽദാസ്, അജിത് കുമാർ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ CSR തട്ടിപ്പിൽ വടക്കാഞ്ചേരിയിൽ 6 പരാതികൾ. ഒരു പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. കുമ്പളങ്ങാട് സ്വദേശിനി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ പരാതിയെക്കുറിച്ചോ പരാതിക്കാരുടെ പേര് വിവരങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. CSR ഫണ്ടിന്റെ പേരിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് കൌൺസിലർമാരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. വടക്കാഞ്ചേരി സീഡ് സൊസൈറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത് അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ AD അജി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി NN സുകന്യ തുടങ്ങിയവർ സംസാരിച്ചു. CSR ഫണ്ടിന്റെ മറവിൽ നടത്തിയ തട്ടിപ്പിൽ എരുമപ്പെട്ടിയിലെ കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് ജനപ്രതിനിധികൾക്കും പങ്കില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ മറച്ചുവെക്കാനാണ് തങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും തട്ടിപ്പിൽ തനിക്കും കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർക്കും പങ്കില്ലെന്നും താനും ഭാര്യയും തട്ടിപ്പിന്റെ ഇരകളാവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് PS സുനീഷ് പറഞ്ഞു. എരുമപ്പെട്ടിയിലെ ഒരു കോൺഗ്രസ് നേതാവിനും അത്തരത്തിൽ തട്ടിപ്പിൽ പങ്കാളിയായിട്ടില്ല. 1 രൂപ പോലും ഒരു കോൺഗ്രസ് നേതാവും ഒരാളിൽ നിന്നും വാങ്ങിയിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ
ആളുകൾക്ക് ഗുണം കിട്ടുന്ന പദ്ധതികൾ ഉണ്ടെങ്കിൽ അതിൽ ആളുകളോട് പറഞ്ഞു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് പഞ്ചായത്ത് മെമ്പർമാരല്ല, സീഡ് സൊസൈറ്റിയിലെ ഒരംഗമായ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ CPM നടത്തിയ ധർണയിൽ സീഡ് സൊസൈറ്റിയുടെ അഴിമതിയുമായിട്ട് 1-ാം വാർഡ് മെമ്പർക്ക് ബന്ധം എന്നുള്ള രീതിയിൽ അവർ ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരു വാർഡിൽ നടക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ മെമ്പർമാരെ ക്ഷണിക്കുകയും മെമ്പർമാർ അതിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. ഏതൊരു ഉദ്ഘാടന ചടങ്ങിലേക്കും ക്ഷണിക്കുമ്പോൾ നമ്മൾ ചെല്ലാറുണ്ട്. അതിന് പ്രകാരം മാത്രമാണ് അന്നത്തെ ആ പ്രോഗ്രാമിൽ അവിടെ പങ്കെടുക്കുകയും ആ പരിപാടിയിൽ നമ്മുടെ ഫോട്ടോ വരികയും ചെയ്തത്. അല്ലാതെ നമുക്ക് ആ സീഡ് സൊസൈറ്റിയുമായി യാതൊരുവിധ തരത്തിലുള്ള വേറൊരു പ്രവർത്തനത്തിലും ഞാൻ പങ്കാളിയല്ല എന്നുള്ളതാണ് ഈ സമയം എനിക്ക് പറയാനുള്ളത്. താൻ പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പരാതി പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വില്ലേജ് സ്കെച്ച് പ്രകാരം പുറമ്പോക്ക് സ്ഥലം ഇല്ലെന്നും പൂർവികരായി തന്റെ കുടുംബം കൈവശം വെച്ചുവരുന്ന ഭൂമിയാണെന്നും MC ഐജു പറഞ്ഞു. ഒരു വില്ലേജിലെ 218/1 അതിലെ ഭൂമി പൂർവികമായിട്ട് ഞങ്ങൾക്ക് കൈവശം ഉള്ളൊരു ഭൂമിയാണ്. അതിൽ പുറമ്പോക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ റോഡുണ്ട് എന്നുകൊണ്ടാണ് പരാതി കൊടുത്തത്. അത് പഞ്ചായത്തിൽ വന്ന അല്ലെങ്കിൽ ആ ഒരു ആക്ഷേപം ഉന്നയിച്ചത് വില്ലേജ് സ്ക്രച്ച് പ്രകാരം അല്ലെങ്കിൽ BTR അതുപോലെ അതിലും പൂർവികമായിട്ടുള്ള എന്താ പറയുക സെറ്റിൽമെൻ്റ് ആധാരമൊക്കെ ഉണ്ട്. അത് പ്രകാരമൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു പുറമ്പോക്കോ റോഡോ ആ പരിസരത്ത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി അടക്കം പല ഉദ്ഘാടന ചടങ്ങുകളിലും സന്നദ്ധ പ്രവർത്തകരുടെ കിറ്റ് വിതരണത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിൽ വിളിച്ച് പോകാറുണ്ട്. അത്രമാത്രമാണ് പല പ്രമുഖരിലും ഉണ്ടായിരുന്നു. ആ പ്രമുഖർക്കൊപ്പം നമ്മൾ അതിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ബന്ധം ഞാൻ ഒരാളോട് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ ചേരാൻ പറയുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പല സാഹചര്യങ്ങളിലും നമ്മുടെ വാർഡിലെ ആളുകൾ വന്നിട്ട് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചേരിയെ സഹായിക്കുക, അവർക്ക് അതിൻ്റെ ടാർഗറ്റ് എത്തിക്കുന്ന പല സംഘടനകൾക്ക് ചെയ്യാറുണ്ട്. അതുപോലെ മാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. സെക്രട്ടറി NK കബീർ, റീന വർഗീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് എന്നിവരും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന വ്യാപകമായി 2-വീലറിന്റെയും ഗൃഹോപകരണങ്ങളുടെയും പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പിൽ വടക്കാഞ്ചേരിയിലും പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും കോൺഗ്രസ് നേതാക്കളെയും നഗരസഭാ കൌൺസിലർമാരെയും തട്ടിപ്പുകാരാണെന്ന രീതിയിൽ പ്രചരണം നടത്തിവരികയാണെന്ന് യൂത്ത് കോൺഗ്രസ്. വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ശാഖയ്ക്ക് വടക്കാഞ്ചേരിയിലെ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിലും തെക്കുംകരയിലും ഈ പദ്ധതിയിൽപ്പെട്ട് വഞ്ചിതരായവർക്ക് ആവശ്യമായ നിയമസഹായം സൌജന്യമായി നൽകാൻ തയ്യാറാണെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ്, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ എന്നിവർ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിലെ മാലിന്യ കൂമ്പാരം 3 ദിവസമായി പുകയുന്നു. വേനൽ കനത്തതോടെ ഇവിടെ കാട് പിടിച്ചു കിടക്കുന്ന പുല്ലിന് ഉണങ്ങിയ നിലയിലാണ്. ഇതിനിടയിലാണ് ബുധനാഴ്ച തീപിടുത്തമുണ്ടായത്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള തൊട്ടടുത്ത പറമ്പിൽ നിന്നാണ് തീ പടർന്നത്. 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും പുൽക്കാടും കത്തിനശിച്ചു. ഗുരുവായൂർ കുന്നംകുളം ഫയർഫോഴ്സുകൾ എത്തിയാണ് തീ അണച്ചത്. മണിക്കൂറുകൾക്ക് ശേഷം തീ വീണ്ടും ആളിക്കത്തി. വെള്ളിയാഴ്ചയും തീ അണയാതെ പുകഞ്ഞു. ക്ഷേത്രത്തിനകത്ത് വിളക്കുകൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന പോളിസ്റ്റർ തുണികൾ മാലിന്യക്കൂട്ടത്തിലുണ്ട്. ഇതിൽ നെയ്യും എണ്ണയും പുരണ്ടതിനാൽ ഇവ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ തീ പൂർണ്ണമായും അണയ്ക്കാനാകുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിൽ നിന്നുള്ള കറുത്ത പുക ശ്വസിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുന്നതായി പരിസരവാസികൾ പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ഈ ദുരിതം കാണാതെ നഗരസഭയും ദേവസ്വവും പ്രദേശവാസികളെ വെല്ലുവിളിക്കുകയാണെന്ന് വാർഡ് കൌൺസിലറും പ്രതിപക്ഷ നേതാവുമായ KP ഉദയൻ ആരോപിച്ചു. ഇതിൻ്റെ തിരുത്തിക്കാട്ട് പറമ്പ് വർഷങ്ങളായി കാട് പിടിച്ച് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഗുരുവായൂർ ദേവസ്വം മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒട്ടനവധി വീടുകളിലെ ജനങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ വാതിലോ ജനലോ തുറക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഇന്നലെ രാത്രി തന്നെ ഒട്ടനവധി ആളുകളാണ് ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുള്ളത്. ദുർഗന്ധത്തോടു കൂടിയുള്ള പുകയാണ് ആ പരിസരത്ത് ആകെ പരക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം അവിടെ കൊണ്ടിട്ട് കത്തിക്കുന്നത് 3 ദിവസമായി നിരന്തരം അവിടെ പുകയാണ്. തീ ഇതുവരെ കിടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ പോലും അവിടെ ഗുരുവായൂർ ഫയർഫോഴ്സിൻ്റെ പ്രവർത്തകർ വന്ന് അവിടെ വെള്ളം അടിച്ച് കിടത്താനുള്ള ശ്രമം നടക്കുകയാണ്. ഇതിനൊന്നും ഗുരുവായൂർ 100 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു.
തൈക്കാട് നെന്മിനി സ്വദേശി ഷൈജു റോഹനെയാണ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കയ്പമംഗലം പുത്തൂർ ക്ഷേത്രം റോഡ് പരിസരത്ത് വെച്ച് പ്രതി പിടിയിലായത്. കയ്പമംഗലം SI KS സൂരജ്, പോലീസുകാരായ ജ്യോതിഷ്, സുനിൽ, ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ CR പ്രദീപ്, ASI ലിജു ഇയാനി, പോലീസുകാരായ ബിജു, നിഷാന്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ചായിപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രണ്ടുകൈ വനമേഖലയിൽ നടത്തിയ റെയ്ഡിൽ 600 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. തേനട്ടാംപാറ ചോലയിൽ നിന്ന് പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് പാറക്കെട്ടുകൾക്കിടയിൽ വിവിധ പഴവർഗ്ഗങ്ങളും തെങ്ങിൻ പൂങ്കുലകളും കരിമ്പും ഉപയോഗിച്ച് വാഷ് തയ്യാറാക്കി ചാരായം വാറ്റുന്ന വലിയ കേന്ദ്രമാണ് കണ്ടെത്തി നശിപ്പിച്ചത്. ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ KK രാജു, ജെയ്സൺ ജോസ് തുടങ്ങിയവർ റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. മണ്ണമ്പേട്ടയിൽ ടിപ്പർ ലോറി പാഞ്ഞു വരുന്നത് കണ്ട് മാറുന്നതിനിടെ സൈക്കിൾ കാനയിലേക്ക് വീണ് സഹോദരങ്ങളായ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മണ്ണമ്പേട്ട കൊളുത്തുപറമ്പിൽ ധനീഷിന്റെ മക്കളായ ചിന്മയ, ആരവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റ ഇരുവരെയും മണ്ണമ്പേട്ടയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി. ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ വന്നിരുന്ന കുട്ടികൾക്ക് നേരെ ടിപ്പർ ലോറി പാഞ്ഞു വരികയായിരുന്നു. നിർമ്മാണം നടക്കുന്ന റോഡിൽ ലോറി വരുന്നത് കണ്ട് ഭയന്ന കുട്ടികൾ ഒഴിഞ്ഞുമാറുന്നതിനിടെ കോൺക്രീറ്റ് കാനയിലേക്ക് വീണാണ് പരിക്കേറ്റത്. ലോറി ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിനിടയാക്കിയതെന്നും ലോറി നിർത്താതെ പോയതായും നാട്ടുകാർ ആരോപിച്ചു. ടിപ്പർ ലോറികൾ അമിത വേഗതയിൽ പോകുന്നത് നിയന്ത്രിക്കണമെന്നും പോലീസ് പരിശോധന കർശനമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ചൂൽപ്പുറത്ത് ബൈക്കിടിച്ച് ആക്രിക്കച്ചവടക്കാരന്റെ കാൽപ്പത്തിയറ്റു. കർണാടക സ്വദേശി നാഗഷെട്ടിയുടെ കാൽപ്പത്തിയാണ് അറ്റത്. ബൈക്ക് യാത്രക്കാരനും അപകടത്തിൽ പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ കൂനമുച്ചി സ്വദേശി രാജനാണ് പരിക്കേറ്റത്. ഉന്തുവണ്ടിയിൽ ആക്രി വസ്തുക്കൾ ശേഖരിച്ച് മടങ്ങുന്നതിനിടയിൽ നാഗഷെട്ടിയെ കുന്നംകുളം ഭാഗത്തുനിന്ന് എത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ രാജനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും നാഗഷെട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മലയ്ക്കപ്പാറ മുക്കുംപുഴ ആദിവാസി ഉന്നതിയിലെ മധ്യവയസ്കൻ പാറക്കെട്ടിന് മുകളിൽ നിന്നും ചാടി മരിച്ചു. 64 വയസ്സുള്ള തങ്കയ്യനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഉന്നയിൽ നിന്നും മാറി കാടിനകത്താണ് തങ്കയ്യൻ വീട് കെട്ടി താമസിക്കുന്നത്. ഭാര്യയും മക്കളുമായി വഴക്കുണ്ടാക്കിയതിനെ തുടർന്നാണ് ഇയാൾ പാറപ്പുറത്ത് നിന്ന് ചാടിയതെന്ന് പറയുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വീട്ടുതൊടിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഉഴുന്ന് കൃഷി 100 മേനി വിജയിച്ച സന്തോഷത്തിലാണ് അന്തിക്കാട് സ്വദേശിനിയായ വീട്ടമ്മ. വീടിനോട് ചേർന്ന 8 സെന്റ് സ്ഥലത്താണ് ഈ വീട്ടമ്മ ഉഴുന്ന് കൃഷിയിൽ വിജയം കൊയ്തത്. അന്തിക്കാട് കരുമത്തിൽ വീട്ടിൽ ശാലിനി വിജയനാണ് വീട്ടുജോലിക്കാരനായ തമിഴ്നാട് കുംഭകോണം സ്വദേശി ദേവനേശൻ സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉഴുന്നുവിത്ത് വീട്ടുപറമ്പിൽ വിതച്ച് പരിപാലിച്ച് വിളവെടുത്തത്. ചാണകത്തിന്റെയും ആട്ടിൻകാട്ടത്തിന്റെയും പൊടി, കമ്പോസ്റ്റ് തുടങ്ങിയവ വളമായി നൽകിയാണ് പരീക്ഷണ കൃഷി വിജയിപ്പിച്ചത്. ക്യാൻസർ രോഗത്തിന്റെ പിടിയിലായിരുന്നു ഇവർ. തീരാ നോവിൽ നിന്നും പൊരുതി ജീവിതം തിരികെ പിടിച്ച ശാലിനിക്കിത് 2ാം ജന്മം കൂടിയാണ്. കൃഷിയോട് ഒടുങ്ങാത്ത അഭിനിവേശം പുലർത്തിയിരുന്ന വീട്ടുകാരിയെ ചികിത്സയോടൊപ്പം പുതുജീവിതത്തിലേക്ക് വഴി നടത്തിയത് കൃഷിയിടത്തിലേക്ക് വീണ്ടും ക്ഷണിച്ചുകൊണ്ടുള്ള ഭർത്താവിൻ്റെയും മകൾ അവന്തികയുടെയും പ്രോത്സാഹനവും സഹായവുമാണ്. ക്യാൻസറിനൊന്നും തൻ്റെ ഇച്ഛാശക്തിയെ തകർക്കാനാകില്ലെന്ന് പ്രവൃത്തിയിലൂടെ ശാലിനി തെളിയിക്കുകയായിരുന്നു. പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് ഉഴുന്ന് ചേട്ടൻ കൊണ്ടുവന്ന് നട്ടു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് നന്നായി വരുന്നൊക്കെ. പക്ഷെ 2 മാസം കൊണ്ട് നല്ല വിളവെടുപ്പ് നടത്തി. നമ്മളുടെ മണ്ണിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. കാരണം ഇത് ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ച ഒന്നുമില്ല. കുറച്ച് ചാണകപ്പൊടി, കുറച്ച് സൂപ്പർ മീൽസ്, പിന്നെ ഫിഷ് അമിനോ ആസിഡൊക്കെ കീടാക്രമണത്തിനൊക്കെ ചെയ്തു. പക്ഷെ നല്ല വിളവ് കിട്ടി. നമുക്ക് നമ്മളുടെ എല്ലാ വീട്ടിലും നമുക്ക് കുറച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിനുള്ള ഉഴുന്ന് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. 2023 ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച് ഗുരുതരാവസ്ഥയിലായെങ്കിലും കൃഷി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഭാര്യയെ രോഗാവസ്ഥയിൽ നിന്ന് മുക്തയാക്കാൻ ബിസിനസ്സുകാരനും ഗവൺമെന്റ് കരാറുകാരനുമായ വിജയൻ ഉറച്ചതോടെ കാര്യങ്ങൾ വഴിമാറുകയായിരുന്നു. രോഗാവസ്ഥയ്ക്കും അതിജീവനത്തിനുമിടയ്ക്കുള്ള കാലം മറികടക്കാൻ ഉഴുന്നുകൃഷി കൊണ്ടായി എന്ന ആശ്വാസത്തിലാണ് ഈ കുടുംബം. ഉഴുന്നുകൃഷി വിജയം കണ്ടതോടെ കൂടുതൽ സ്ഥലത്ത് കൃഷിയിറക്കാൻ ഒരുങ്ങുകയാണ് 51-കാരിയായ ഈ വീട്ടമ്മ. TCV ന്യൂസ്, തൃശൂർ. ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് നൽകിവരുന്ന ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാരവും സന്തോഷ് സ്മൃതി പുരസ്കാരവും പ്രഖ്യാപിച്ചു. ഇലത്താള പ്രമാണി കുമ്മത്ത് നന്ദന് ശ്രീശാസ്ത പുരസ്കാരം സമർപ്പിക്കും. ശാസ്താവിന്റെ രൂപം ആലേഖനം ചെയ്ത സ്വർണ്ണപ്പതക്കവും കീർത്തിഫലകവും പ്രശസ്തിപത്രവും പൊന്നാടയും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം.
60 വർഷമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കഴകവൃത്തിയിൽ സേവനം ചെയ്യുന്ന KWD അച്യുത വാര്യർക്ക് സന്തോഷ് സ്മൃതി പുരസ്കാരം സമർപ്പിക്കും. 15,001 രൂപയും ക്യാഷ് അവാർഡും കീർത്തിബലകവും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാരങ്ങൾ ആറാട്ടുപുഴ പൂരത്തിന്റെ കൊടിയേറ്റ ദിവസമായ ഏപ്രിൽ 3-ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മാനിക്കും. കൊടകര പ്രസ് ക്ലബ്ബ്, പുത്തൂക്കാവ് താലപ്പൊലി, കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളി അമ്പുതിരുനാൾ എന്നിവയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷവുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫി മത്സരത്തിൽ സുരേഷ് ഐശ്വര്യ ചുങ്കാൽ 1-ാം സ്ഥാനം നേടി. VN സനീഷ് കൊടകര 2-ാം സ്ഥാനത്തിനും അഭിഷേക് കനകമല 3-ാം സ്ഥാനത്തിനും അർഹരായി. കൊടകര ഫൊറോന പള്ളി തിരുനാളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ രാജേഷ് അശോകൻ 3 മുറിയിലാണ് 1-ാം സ്ഥാനം നേടിയത്. സിനറ്റ് സേവ്യർ മനക്കുളങ്ങര, എൽവിൻ ആന്റണി എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനം നേടി. ഈ മാസം 16-ന് കൊടകര GLP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വിജയികൾക്ക് ക്യാഷ് അവാർഡും പ്രശസ്തിപത്രവും സമ്മാനിക്കുമെന്ന് പ്രസ് ക്ലബ് ഭാരവാഹികളായ K പ്രസാദ്, TG അജോ, ഡിനോ കൈനാടത്ത് എന്നിവർ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തിരുത്തികാവിൽ ഭഗവതിയുടെ താലപ്പൊലി ഭക്തിസാന്ദ്രമായി. സ്വർണക്കിരീടവും പൊൻവാളും സ്വർണമാലകളുമായി സർവാഭരണ വിഭൂഷിതയായ ഭഗവതിയെ തൊഴുതു വണങ്ങാൻ നിരവധി പേരാണെത്തിയത്. കൊമ്പൻ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും ഭാരത് ഭവനുമായി ചേർന്ന് കോൺട്രാക്ട് ഫിലിം സൊസൈറ്റി നടത്തിയ 17ാമത് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം എരുമപ്പെട്ടി സ്വദേശിനി അലൻഡ റോയ്ക്ക് ലഭിച്ചു. അലൻഡയുടെ പിതാവ് റോയ് തൈക്കാടൻ സംവിധാനം ചെയ്ത മോണോ ആക്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. സത്യജിത് റേ അവാർഡ്, ഫിലിം ക്രിട്ടിക് സ്പെഷ്യൽ ജൂറി അവാർഡ്, പൂവച്ചൽ ഖാദർ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഈ സിനിമ നേടിയിട്ടുണ്ട്. സജി എരുമപ്പെട്ടിയാണ് DOP നിർവഹിച്ചിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, പ്രമോദ് പയ്യന്നൂർ, മുഹമ്മദ് ഷാ എന്നിവർ അവാർഡ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. കൊടകര പഞ്ചായത്തിലെ 14-ാം വാർഡിൽ പാടത്തിനോട് ചേർന്ന ആളൊഴിഞ്ഞ പറമ്പിൽ മാലിന്യം തള്ളിയവരിൽ നിന്ന് അധികൃതർ 10,000 രൂപ പിഴ ഈടാക്കി. മാലിന്യം തിരിച്ചെടുപ്പിച്ചു. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യമാണ് തള്ളിയതെന്ന് കണ്ടെത്തി. ഈ സ്ഥാപനത്തിൽ നിന്ന് ഏജൻസി മുഖേന നീക്കം ചെയ്ത മാലിന്യമാണ് കൊടകരയിൽ തള്ളിയത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യപ്രവർത്തകരായ TG സുധ, CD ദിനേഷ് കുമാർ, P രാജീവൻ, പഞ്ചായത്ത് ജീവനക്കാരനായ KU രാജു എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. കൃഷ്ണാപുരം മഹലിലെ 3 മസ്ജിദുകളിലെയും സോളാർ പാനൽ സ്ഥാപിക്കൽ നിർമ്മാണോദ്ഘാടനം മഹല്ല് ഖത്തീബ് ഷൌക്കത്ത് അലി സഖാഫി നിർവഹിച്ചു. കൃഷ്ണാപുരം മഹല്ല് പ്രസിഡന്റ് ഹൈദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി നിസാർ സാഹിബ്, മഹല്ല് വികസന സമിതി കൺവീനർ അലി, തോപ്പ് മസ്ജിദ് ഖത്തീബ് സലാഹുദ്ദീൻ അഹ്സനി, ചക്കാലത്തറ പള്ളി ഇമാം ബഷീർ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണെങ്കിലും തൈപ്പൂയത്തിന് ആടിത്തിമിർക്കാനുള്ള പൂക്കാവടികൾ ഒരുക്കുന്നത് രാജമ്മയ്ക്കും നാട്ടുകാർക്കും വീട്ടുകാര്യമാണ്. കുഴൂർ ഗ്രാമം ഇപ്പോൾ പൂക്കാവടികളുടെ പണിശാലയായി മാറിയിരിക്കുകയാണ്. കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന തൈപ്പൂയ ആഘോഷത്തിനായാണ് പൂക്കാവടികൾ ഒരുക്കുന്നതെങ്കിലും തുടർന്നുള്ള ഓരോ ഉത്സവാഘോഷത്തിനും കൊണ്ടുപോകുന്നത് കുഴൂരിലെ കാവടികളാണ്. മാങ്ങോട്ടുപറമ്പിൽ 75-കാരിയായ രാജമ്മ കുഴൂർ വടക്കേ സെറ്റിന്റെ പ്രധാനിയാണ്. ഇവരുടെ വീട്ടിലാണ് 25-അംഗ സംഘം ഒരു മാസമായി പൂക്കാവടികൾ ഒരുക്കുന്നത്. ഒരു മാസത്തോളമായി ഞങ്ങൾ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഈർക്കില് മുട്ട പിടിക്കല്, അത് കഴിഞ്ഞിട്ട് മുട്ട പിടിച്ച് കൊണ്ടുവന്ന് പൂ കോർക്കുക,
കുത്തി കുറക്കുക. അത് കഴിഞ്ഞ് പിന്നെ അത് കൂട് കിട്ടും. കൂട് കൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ അല്ലിയിട്ടു. അല്ലിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൂട് കൂട്ടാൻ ഇത് നോക്കണം. വടക്കേ സൈഡിൽ നമുക്ക് ഇത്തവണ 5 കാവടിയാണുള്ളത്. 5 വീടുകളാണ് ചെയ്യുന്നത്. ഇവിടെ ഈ വീട്ടിലെ 2 കാവടിയാണ് ചെയ്യുന്നു. ഒരെണ്ണം കെട്ടിക്കഴിഞ്ഞു, ഇനി 2 കൂടി കെട്ടാനുണ്ട്. അഭിഷേകത്തിനുള്ള കാവടികൾ സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്നതാണ് പതിവ്. 5 കാവടികളാണ് ഈ സംഘം ഒരുക്കുക. വടക്കേ സെറ്റ് കൂടാതെ തെക്കേ സെറ്റ്, പടിഞ്ഞാറേ സെറ്റ്, പാറപ്പുറം സെറ്റ്, കുളപ്പുര സെറ്റ്, ഹനുമാൻ കോവിൽ സെറ്റ്, മട സെറ്റ് എന്നീ ദേശങ്ങളുടെ കാവടി സംഘങ്ങളും തൈപ്പൂയ ആഘോഷത്തിൽ പങ്കാളിയാണ്. എല്ലാ സെറ്റുകളും അഭിഷേകത്തിനുള്ള പൂക്കാവടികൾ സ്വന്തം നിലയിലാണ് ഒരുക്കുക. വിവിധ നിറങ്ങളിലുള്ള പേപ്പർ വാങ്ങി വെട്ടിയെടുത്താണ് പൂക്കൾ നിർമ്മിക്കുന്നത്. ഫോയിൽ പേപ്പർ, ചൈന പേപ്പർ, ഈർക്കിലി, മൈദ കൊണ്ടുള്ള പശ, ചരട്, കോട്ടൺ തുണി എന്നിവയാണ് പൂക്കാവടി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. 3000 മുതൽ 3200 വരെ പൂക്കളാണ് ഓരോ കാവടിക്കും വേണ്ടിവരുന്നത്. കുഴൂർ ഗ്രാമത്തിന്റെ കൂട്ടായ്മയുടെ കരുത്തിലാണ് തൈപ്പൂയത്തിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നിറഞ്ഞാടാൻ പൂക്കാവടികൾ വിരിയുന്നത്. TCV ന്യൂസ്, മാള. നെല്ലായി മഹാനുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ മാസം 9 മുതൽ 15 വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 10 വൈകിട്ട് 7:15 കൊടിയേറ്റം, 14 രാത്രി പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, കലാമണ്ഡലം മോഹനനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, 15 രാവിലെ നെല്ലായി മഹാമുനിയംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കടവിൽ ആറാട്ട്, കൊടിക്കൽപ്പറ, കൊടിയിറക്കം, ആറാട്ടുബലി, അന്നദാനം എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് MV പ്രസാദ്, സെക്രട്ടറി NS കൃഷ്ണൻ, കൺവീനർ NS മഹേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാമദാസ് വയലൂർ എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ തകരാറിലായ സ്പൌട്ടുകൾ പ്രവർത്തനക്ഷമമാക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സ്പൌട്ടുകളിലെ കേടുവന്ന ഷട്ടറുകൾ പുനഃസ്ഥാപിക്കുന്ന പണിയാണ് നടക്കുന്നത്. കനാലിന്റെ ആദ്യ 5 കിലോമീറ്ററിനുള്ളിലുള്ള 30ഓളം സ്പൌട്ടുകളാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടത്തി കാര്യക്ഷമമാക്കുന്നത്. സ്പൌട്ടുകൾ ശരിയായ രീതിയിൽ അടയ്ക്കാനും തുറക്കാനും സാധിക്കുന്നതോടെ കനാൽ വഴിയുള്ള ജലവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സ്പൌട്ടുകളിലെ ഷട്ടറുകൾ തുരുമ്പെടുത്ത് നശിച്ചു പോയതിനാൽ കനാൽ വെള്ളം പലയിടത്തും പാഴായിപ്പോയിരുന്നു. ഒറ്റപ്പിലാവിൽ തണത്തറ പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ബൈക്കിലെത്തിയ അജ്ഞാതൻ പെട്രോൾ ബോംബ് എറിഞ്ഞു. പാലവളപ്പിൽ ഹൈദരാലിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലത്തേക്കാണ് അജ്ഞാതൻ പെട്രോൾ ബോംബ് എറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് കൃഷിസ്ഥലം മറച്ചിരുന്ന തുണി, ചുറ്റുവേലി, വാഴകൾ എന്നിവ കത്തിനശിച്ചു. കൃഷിയിടത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കടങ്ങോട് വെള്ളറക്കാട് ചിറമനേങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരമായി വില്ലേജ് ഓഫീസറുടെ സേവനം ലഭ്യമാക്കണമെന്ന് ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. വില്ലേജ് ഓഫീസിലെത്തിയ ഇടം പ്രവർത്തകർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. തുടർന്ന് കുന്നംകുളം തഹസിൽദാർ, തൃശൂർ ADM എന്നിവരോട് ഫോണിലൂടെ പരാതി ഉന്നയിച്ചു. ഏറ്റവും അടുത്ത ദിവസം വില്ലേജ് ഓഫീസറുടെ സേവനം ലഭ്യമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. പാലക്കാട് വില്ലേജ് ഓഫീസിൽ സ്ഥിരമായിട്ട് വില്ലേജ് ഓഫീസർ ഇല്ല എന്ന അറിവിൻ പ്രകാരമാണ് ഇടം സാംസ്കാരിക വേദി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിലൂടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഉള്ള സ്റ്റാഫുകളുമായി നമ്മൾ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് തൃശ്ശൂർ ADMുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇതിന്റെ നിയമനമൊക്കെ തന്നെ അവിടെ നിന്നാണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂർ ADMുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ADMുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. ADMുമായി ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞത് കളക്ടറേറ്റ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കളക്ടറേറ്റ് ഓഫീസുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. 3 വില്ലേജുകൾ ഉൾപ്പെടുന്ന ഒരു വില്ലേജ് ഓഫീസാണ്, ഗ്രൂപ്പ് വില്ലേജ് ഓഫീസാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ തീർക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു വില്ലേജ് ഓഫീസർ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുകയും വില്ലേജ് ഓഫീസർ എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥിര നിയമനമാക്കി കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെടുകയാണ്. ഇടം സെക്രട്ടറി KP ജയൻ, NS സത്യൻ, K വിജയൻ മാസ്റ്റർ, ഫരീദ് അലി, സുധീഷ് പറമ്പിൽ, ഷൌക്കത്ത് കടങ്ങോട്, EV സന്തോഷ്, അബ്ബാസ് വെള്ളറക്കാട് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഓർമ്മകളുടെ ഭാരം പേറി നാട്ടുവഴികളിൽ അത്താണികൾ വിശ്രമിക്കുകയാണ്. വാഹനഗതാഗതം പ്രചാരത്തിൽ വരുന്നതിനു മുൻപ് ദീർഘദൂരം ചരക്കുകൾ തലച്ചുമടായി കൊണ്ടുപോകുന്നവർക്ക് ഇടയ്ക്ക് ചുമിടിറക്കി വെച്ച് വിശ്രമിക്കുന്നതിനായി പാതയോരങ്ങളിൽ നാട്ടി നിർത്തിയിരിക്കുന്ന
വലിയ കരിങ്കല്ലുകളാണ് അത്താണി അഥവാ ചുമടുതാങ്ങി. 2 കരിങ്കല്ലുകൾക്ക് മുകളിൽ മറ്റൊരു കല്ല് വെച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. പരസഹായം കൂടാതെ ചുമടിറക്കി വെക്കാനുള്ള ഉപാധിയായിരുന്നു ഇത്. ഗ്രാമീണ വഴികളിൽ ഒട്ടുമിക്ക നാൽക്കവലകളിലും ഇത്തരത്തിലുള്ള അത്താണികൾ കാണാമായിരുന്നു. ഉന്തുവണ്ടിയും മോട്ടോർ വാഹനങ്ങളും ഉൾപ്പെടെയുള്ള ചരക്കുവാഹനങ്ങൾ നിരത്തിലിറങ്ങിയതോടെ കാലക്രമേണ അത്താണികൾ അരങ്ങൊഴിഞ്ഞു. എങ്കിലും കൊടുങ്ങല്ലൂരിന്റെ പല പ്രദേശങ്ങളിലും ഇന്നലെയുടെ അടയാളമായി അത്താണികൾ നിലനിൽക്കുന്നുമുണ്ട്. പടാക്കുളം, എടവിലങ്ങ്, JDS ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ അത്താണികളെ സംരക്ഷിച്ച് നിർത്തിയിട്ടുമുണ്ട്. അത്താണികൾ കേരള ചരിത്രത്തിൻ്റെ തന്നെ പഴയ കാല ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പുകളാണ്. നമുക്കിപ്പോഴും പലയിടങ്ങളിലും ഈ അത്താണികൾ നമ്മളുണ്ട്. അത് ഒന്നും തന്നെ ചിലത് സംരക്ഷിക്കപ്പെടാതെ റോഡ് സൈഡിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. എറിയാട് ബാലാനുബോധിനി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചരിത്രാന്വേഷകന്മാരുടെ സഹായത്തോടെ പഴയ 2 അത്താണികൾ കണ്ടെത്തി സ്കൂൾ വളപ്പിൽ സംരക്ഷിക്കുന്നുമുണ്ട്. എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകളിൽ അത്താണി എന്ന പേരിൽ സ്ഥലങ്ങളുമുണ്ട്. കാലമിത്ര കഴിഞ്ഞിട്ടും ഓർമ്മകളുടെ വഴിത്താരയിൽ നമ്മയും കാത്ത് അത്താണികൾ നിൽപ്പാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ബ്ലൂ ഇക്കോണമി നയത്തിന്റെ ഭാഗമായി മത്സ്യമേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച കൊല്ലം കടലിൽ കടൽ സംരക്ഷണ ശൃംഖല സംഘടിപ്പിക്കും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITU പുത്തൻ കടപ്പുറം മേഖല ചെങ്കോട്ട നഗറിൽ നിന്നും പുത്തൻ കടപ്പുറം സെന്ററിലേക്ക് പ്രകടനം നടത്തി. പുത്തൻ കടപ്പുറം മേഖല മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ഐക്യദാർഢ്യ പ്രകടനത്തിന് ഫെഡറേഷൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് TM ഹനീഫ, ജില്ലാ കമ്മിറ്റി അംഗം TA അബൂബക്കർ, ചാവക്കാട് ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ PA സൈദു മുഹമ്മദ്, CM നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ ജോയ് പെരേപ്പാടൻ, കൺവീനർ ജോൺസൺ ഇലവത്തിങ്കൽ, കൈക്കാരന്മാരായ തോമസ് ചാക്കോള, ചെറിയാലത്ത് ലാലു, ഷാജി വടക്കൻ എന്നിവർ നേതൃത്വം നൽകി. ശനി, ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7890 രൂപ, പവന് 63,120 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3407 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ബജറ്റിൽ ജില്ലയ്ക്ക് കരുതലും തലോടലും. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 5 കോടി. കേരള കാർഷിക സർവകലാശാല ഗവേഷണ പദ്ധതികൾക്ക് 43 കോടി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മണലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബജറ്റിൽ 327 കോടി രൂപയുടെ പദ്ധതികൾ. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയ്ക്ക് 250 കോടി വകയിരുത്തി. ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിനും ബജറ്റിൽ തുക അനുവദിച്ചു. കനോലി കനാലിൽ ജെല്ലി ഫിഷ് വ്യാപകമായത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതമായി മാറുന്നു. ജെല്ലി ഫിഷുകൾ വലയിൽ ശരീരത്തിൽ സ്പർശിച്ചാൽ കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി മത്സ്യത്തൊഴിലാളികൾ. കോടന്നൂരിൽ ബാറിന്റെ പാർക്കിംഗിലുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് 3 പ്രതികൾ പിടിയിലായി. പ്രതികൾ അറസ്റ്റിലായത് തിരുവനന്തപുരത്ത് നിന്ന്. സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പരാതിക്കാരുടെ എണ്ണം കൂടുന്നു. വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച 6 പരാതികളിൽ 1 പരാതിയിൽ പോലീസ് കേസെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.